ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ഇജി വാലെ 2.0 +2 ഓണർ പരീക്ഷയ്ക്ക് അക്കൗണ്ടൻസിയിൽ നിന്ന് എത്ര മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് അക്സെപ്റ്റ് ചെയ്യാം? അതേപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ തയ്യാറായ തിയറി ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിനോളം നമുക്ക് വരാം? പിന്നെ തിയറിക്കാണോ ഇമ്പോർട്ടൻസ്, പ്രോബ്ലത്തിനാണോ ഇമ്പോർട്ടൻസ്? പ്രോബ്ലം അറിയാത്ത കുട്ടികൾക്ക് തിയറി പഠിച്ചാൽ ജയിക്കുക എന്നൊക്കെയുള്ള സംശയം ഒരുപാട് പേർക്ക് ഉണ്ടാവാം. അപ്പോൾ +2 അക്കൗണ്ടൻസിയിൽ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ നിന്നും പാർട്ട് എ സെക്ഷനിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത്, ഈ ഒരു ഭാഗം എടുത്തിരിക്കുന്നത്. അപ്പം പാർട്ട് എയിൽ നിന്നും 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് എക്സാമിനുള്ളത്. പാർട്ട് എയിൽ നിന്ന് 2 ചാപ്റ്റേഴ്സ് പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് ആൻഡ് അഡ്മിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഹാഫ് പോർഷൻ ആണ്. പകുതിയേ ഉള്ളൂ, കുറച്ച് കുട്ടികൾക്കൊക്കെ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ മിസ് ഭൂരിഭാഗം നോക്കി പകുതി വരെയുള്ള 1.5 ചാപ്റ്ററിൻ്റെ പോർഷൻസിൽ നിന്നുള്ള തിയറി ക്വസ്റ്റ്യൻ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളോട് പറയട്ടെ, ഫസ്റ്റ് പാർട്ടിൽ നിന്ന് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് എങ്ങനെയും ഒരു 20 മാർക്ക് 22 മാർക്കോളം നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ തിയറി മാത്രം പഠിച്ചാൽ ജയിക്കുമോ മിസ് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് പറ്റും. അതിനോടൊപ്പം പ്രോബ്ലത്തിൻ്റെ ബേസിക് എങ്കിലും അറിയാം. കംപ്ലീറ്റ് പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞില്ല എങ്കിൽ പോലും ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുക, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ അറിഞ്ഞാൽ തന്നെ ജയിക്കാനുള്ളത് അതിലുണ്ട്. അത് ഉറപ്പാണ്. അതിപ്പോൾ ഫൈനൽ എക്സാമിനെ സംബന്ധിച്ചും ഏകദേശം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. തിയറി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് തിയറി ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓൺലി 10 ക്വസ്റ്റ്യൻസ് യു ഷുഡ് സ്റ്റഡി. 100% നിങ്ങൾ ഷുവർ ആയിട്ട് പഠിക്കണം എന്നാണ് മിസ് പറയുക ഈ ഒരു 10 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്ന് നോക്കാം. ആദ്യമായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ ആയ ബേസിക് കൺസെപ്റ്റിൽ നിന്നും പാർട്ട്ണർഷിപ്പ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? 4 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ്? ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more പേഴ്സൺ. എന്താണ്? ഇൻ ഓർഡർ ടു ടേം ടു ബിസിനസ്, അല്ലെ ബിസിനസ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് അണ്ടർ എ മ്യൂച്വൽ എഗ്രിമെന്റ് ഓർ മ്യൂച്വൽ കൺസെന്റ്, അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എഗ്രിമെന്റ് പ്രകാരം 2ഓ അതിലധികമോ പേര് തമ്മിൽ ബിസിനസ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്ന ആ ഒരു ബിസിനസ് ടേംസിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമുള്ള ഡെഫിനേഷൻ പഠിക്കേണ്ടവർക്ക് അത് പഠിക്കാം. 2 മാർക്കിന് എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പഠിക്കാം. അതിന്റെ കൂടെ അതിലിപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺ ആണ്, അവർ എഗ്രി ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്, അതൊക്കെ വേണം പഠിക്കാൻ. അതിന്റെ കൂടെ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മെമ്പേഴ്സ് മിനിമം 2 ആണ്, മാക്സിമം 10 ആണ്, എഗ്രിമെന്റ് ഉണ്ട്, പ്രോഫിറ്റ് ഷെയർ ചെയ്യണം, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ആണ്, ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, ലീഗൽ എക്സിസ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല, അവർക്ക് ബിസിനസ് എന്തായാലും അവിടെ നടന്നിരിക്കണം, അങ്ങനെ തുടങ്ങിയ ഫീച്ചേഴ്സ് പഠിക്കണം. ദെൻ എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആൻഡ് കണ്ടന്റ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more പേഴ്സൺ. ഇറ്റ് മേ ബി ഓറൽ ഓർ റിട്ടേൺ, അല്ലെ നമുക്ക് ഓറൽ ആവാം, റിട്ടേൺ ആവാം. ആ റിട്ടേൺ എഗ്രിമെന്റിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു 8 കണ്ടന്റ് പഠിക്കാം. നമുക്കതൊരു 4 മാർക്കിന് തന്നെയാണ് ചോദിക്കാറ് കേട്ടോ. 4 മാർക്കാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. 8 മാർക്ക് എന്ന് പറയുമ്പോൾ 8 പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, നെയിം ഓഫ് ദി ബിസിനസ്, നേച്ചർ ഓഫ് ദി ബിസിനസ്, ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി പാർട്ട്നേഴ്സ്. അപ്പൊ നമുക്ക് എളുപ്പമുള്ള 4 കിട്ടി. പിന്നെ പാർട്ട്നേഴ്സിന് കിട്ടുന്ന സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അങ്ങനെ തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള 8 കണ്ടന്റ് ആയില്ലേ. ദെൻ റൂൾസ് ഇൻ ആബ്സെൻസ് ഓഫ് എ ഡീഡ്. അതായത് ഇപ്പൊ ഒരു ഡീഡ് ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കൊരു ഡീഡ് ഇല്ല എങ്കിൽ നമ്മൾ എന്തൊക്കെ റൂളാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? അപ്പൊ ഡീഡ് ഇല്ല എങ്കിൽ നമുക്കൊരു 5 എണ്ണം ഉണ്ട് കേട്ടോ. 5 എണ്ണം. പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണ്ട, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കണ്ട, റെമ്യൂണറേഷൻ കൊടുക്കണ്ട, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6% കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ അത് പഠിച്ചില്ലേ. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ. നമുക്കിത് ഫൈനൽ എക്സാം വരെ ഈ ചോദ്യം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. ദിസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ടീച്ചേഴ്സ് ഇടുന്നതാണെങ്കിലും ഗവൺമെന്റിന്റെ പേപ്പർ ആണെങ്കിലും ഒക്കെ നമ്മൾക്ക് ഇതിൽ കാണാൻ കഴിയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ്. അതായത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 2 രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റ്. ഫിക്സഡ് എന്ന് പറയുമ്പോൾ എന്താ? ദർ ഈസ് ഓൺ 2 അക്കൗണ്ട്സ്, കറന്റ് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. അവിടെ എന്താണ്? ഫ്ലക്ച്വേറ്റിംഗിൽ 1 അക്കൗണ്ട് ഉള്ളൂ. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ മാത്രമാണ് എഴുതുക, ഫ്ലക്ച്വേറ്റിംഗിൽ എല്ലാം ഒന്നിൽ എഴുതുന്നു. ഒരാൾക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്, ഒരാൾക്ക് മേ ബി ക്രെഡിറ്റ് ബാലൻസും വരാം. അങ്ങനെയുള്ള ഡിഫറൻസ് പഠിക്കാം. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അതൊരു എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്നത് എന്താണ്? പാർട്ട്നേഴ്സ് തമ്മിൽ ഏതൊക്കെ റേഷ്യോയിൽ എങ്ങനെയൊക്കെ വീതിച്ചെടുക്കുന്നു, എങ്ങനെ പ്രോഫിറ്റ് അവർക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ട് ആണ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്.
ഓക്കെ, ഇതിങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് എഴുതി വെച്ചാൽ മതി. ദെൻ സാക്രിഫൈസിങ് റേഷ്യോ എന്താണ്? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് അഡ്മിഷന്റെ സമയത്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനാണത് തയ്യാറാക്കുന്നത്? പുതിയ പാർട്ട്ണർ വരുമ്പോൾ, ന്യൂ അഡ്മിറ്റഡ് പേഴ്സൺ വരുമ്പോൾ 2 കാര്യങ്ങൾ കൊണ്ടുവരണം. ക്യാപിറ്റലും അതുപോലെ തന്നെ ഗുഡ്വില്ലും. ഗുഡ്വിൽ ഓർ പ്രീമിയം എന്നാണ് നമ്മളതിന് വിളിക്കുക. ആ ഗുഡ്വില് ഓൾഡ് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. ആ ഓൾഡ് പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. അപ്പോൾ ഗുഡ്വിൽ ഓർ പ്രീമിയം is distributed among all the partners in the ratio of sacrificing ratio. അതിനു വേണ്ടിയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം സാക്രിഫൈസിങ് റേഷ്യോ? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. പഴയ റേഷ്യോയിൽ നിന്ന് പുതിയ റേഷ്യോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും. ഇതാണ് പുതിയൊരു പാർട്ട്ണർ വന്ന് നമ്മൾ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സാക്രിഫൈസിങ് റേഷ്യോനെ പറ്റി എഴുതാം. ഓക്കെ, ദെൻ പിന്നീടാണ് വാട്ട് ആർ ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് റീകൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ്. ഒരു പാർട്ട്ണർഷിപ്പ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് പുതുക്കി പണിയേണ്ടി വരും? ഏതൊക്കെ സാഹചര്യങ്ങളിൽ പുതുക്കി പണിയേണ്ടി വരാം? പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ, ഒരു പാർട്ട്ണർ മരിച്ചു പോയാൽ, ഡെത്ത് സംഭവിക്കുമ്പോൾ, റിട്ടയർമെൻറ്റ് സംഭവിക്കുമ്പോൾ, ഇൻസോൾവൻസി സംഭവിക്കുമ്പോൾ, അതുപോലെ പ്രോഫിറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോൾ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യേണ്ടി വരുമ്പോൾ, ഒരു പാർട്ട്ണർഷിപ്പ് ഡിസല്യൂട്ട് ചെയ്യുമ്പോൾ, ഡിസല്യൂഷൻ നടത്താന്ന് വെച്ചാൽ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ പുതുക്കി പണിയില്ല അവിടെ ചെയ്യുന്നത്. അത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ റീകൺസ്റ്റിറ്റ്യൂഷൻ അല്ല അവിടെ വരുന്നത്. അപ്പോൾ ക്ലോസിങ് എഴുതണ്ട കേട്ടോ. എന്തുവരെ എഴുതിയാൽ മതി? അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, അതുപോലെ തന്നെ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ, ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേം റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും, പുതുക്കി പണിയേണ്ടി വരും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ റൈറ്റ്സ് ഓഫ് എ ന്യൂ പാർട്ട്ണർ. റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 റൈറ്റ് ആണുള്ളത്. ഇതൊക്കെ 3 മാർക്ക്, 4 മാർക്ക്, 2 മാർക്കിനൊക്കെയാണ്. 2 റൈറ്റ് ആണ് ഒരു ന്യൂ പാർട്ട്ണർ, പുതുതായിട്ട് വന്ന പാർട്ട്ണർക്ക് 2 റൈറ്റ്സ് ഉണ്ട്. ഒന്ന് എന്താണെന്നറിയോ? റൈറ്റ് ടു ഷെയർ ദ അസറ്റ് ഓഫ് ദി ഫേം, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ഫേം. പ്രോഫിറ്റും അസറ്റും ഷെയർ ചെയ്യാനുള്ള അവകാശം. ദാറ്റ്സ്. പിന്നെ ഗുഡ്വിൽ എന്താണ്? അതിന്റെ ഫാക്ടേഴ്സ് എന്താണ്? 4 മാർക്ക്. ഗുഡ്വിൽ എന്ന് വെച്ചാൽ എന്താ? പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ് അല്ലേ? അതായത് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം. സൽപെയ്ഡ് എന്നൊക്കെ നമ്മൾ വിളിക്കും, ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. നമുക്ക് ഫ്യൂച്ചറിലുള്ള നമ്മളെ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ കിട്ടുന്ന പ്രസന്റ് വാല്യൂനെയാണ് നമ്മൾ ഗുഡ്വിൽ എന്ന് വിളിക്കുന്നത്. അത് ഗുഡ്വിൽ എന്ന് പറയുന്നത് നല്ല റെപ്യൂട്ടേഷൻ ആണ് ഒരു കമ്പനിയെ സംബന്ധിച്ച്. അതിന്റെ ബ്രാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സൽപെയ്ഡ് വർദ്ധിക്കുന്ന ഒരു സംഭവമാണ് ഗുഡ്വിൽ. അത് അക്കോർഡിംഗ് ടു ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഗുഡ്വിലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ബിസിനസിന്റെ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് ഗുഡ്വിൽ നമ്മൾ കണക്കാക്കുക. അപ്പോൾ ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ലൊക്കേഷൻ, നേച്ചർ ഓഫ് ബിസിനസ്, മൂഡ്, മാനുഫാക്ചറിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്. ആ ഫാക്ടേഴ്സ് പഠിക്കാം. ദെൻ ജേർണൽ എൻട്രി റിഗാർഡിംഗ് അഡ്മിഷൻ. നമ്മൾ ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ നമ്മൾ ഈ ഗുഡ്വിൽ വീതിച്ചു കൊടുക്കുന്ന ഒരു ജേർണൽ എൻട്രി ഉണ്ട്. അതായത് പുതിയ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവന്നു, ഗുഡ്വിൽ കൊണ്ടുവന്നു, ആ ഗുഡ്വില് പഴയ പാർട്ട്നേഴ്സ് വീതിച്ചെടുത്തു. അത്രയും ജേർണൽ എൻട്രീസ് പഠിക്കണം. ഓക്കെ, അവിടം വരെയാണ് പോർഷൻസ്. അവിടം വരെയാണ് നമ്മൾ എന്ത് എടുത്തിട്ടുള്ളൂ. അതിൽ ശേഷമുള്ള റിവാലുവേഷൻ അക്കൗണ്ടും അതുപോലെ തന്നെ പ്രോബ്ലം ഒന്നും പറയുന്നില്ല. ഇതുവരെയുള്ള കംപ്ലീറ്റ് ഇപ്പം 10 തിയറി ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ തിയറി ക്വസ്റ്റ്യൻ പഠിക്കാത്തൊരു വേഗം തീരും. +2 അക്കൗണ്ടൻസിലെ തിയറി എന്ന് പറയുന്നത് നമുക്ക് വളരെ സ്പീഡിൽ നമുക്ക് പോകാം. അങ്ങനെ നല്ല എളുപ്പമാണ്. നമുക്ക് പറ്റുന്ന സിമ്പിൾ ടേംസിലേക്കാണ്. നമുക്ക് ഏത് ടെക്സ്റ്റ് ബുക്കോ ഗൈഡോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ഈ പാർട്ട്ണർഷിപ്പ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. നല്ല എളുപ്പമുള്ളതാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പിന്നെ നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ചെടുക്കേണ്ടി വരിക. അന്നും 4 പോയിന്റുകളൊക്കെ പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു തിയറീസ് പഠിക്കുക. ഇനി നമ്മൾ അടുത്ത വീഡിയോ പ്രോബ്ലംസ് ഇടും. ഓരോരോ പ്രോബ്ലം ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് വേണമെന്ന് അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. +2 കാലഘട്ടം കഴിയുന്നത് വരെ നിങ്ങളുടെ രീതിയിൽ ഏത് രീതിയിലും നിങ്ങൾക്ക് കൂടെ നമ്മൾ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. താങ്ക് യു.